ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ ഇന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കായലുകളുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാരിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കായലുകളാണ്. കായലുകളുമായിട്ട് ബന്ധപ്പെട്ട് PSC എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കടലുമായി നേരിട്ട് ബന്ധമുള്ളത് 27. ഉൾനാടൻ ജലാശയം കടലുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ 7 ആണ്. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34 അതിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ളത് 27. കടലുമായി ബന്ധമില്ലാത്ത അഥവാ ഉൾനാടൻ ജലാശയം എന്ന് പറയുന്നത് 7 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. ഏതാണ്? പാതിരാമണൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയുടെ പേരാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അത് 1954 പണി പൂർത്തിയാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 1955. അതിന്റെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി നടന്നത് 1954. നിലവിൽ അത് പണി പൂർത്തീകരിച്ചതെന്നാണ് 1955. ഇനി കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അത് 1975 പണി കഴിപ്പിച്ചത്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1975. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണെങ്കിൽ പൂക്കോട് തടാകം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ നോക്കുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്നുകൂടെ നോക്കിയാലോ? ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി ടഫുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ സമയം കൊടുത്ത് പഠിക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ എപ്പോഴും ചോദിക്കാറുള്ള ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് കണ്ടെത്തി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ തന്നെയാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര എണ്ണമായിരുന്നു? 34. കടലുമായി നേരിട്ട് ബന്ധമുള്ളത് 27. ഉൾനാടൻ ജലാശയം അല്ലെങ്കിൽ കടലുമായി ബന്ധമില്ലാത്തത് 7 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണെങ്കിൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1954 പണി പൂർത്തിയാക്കിയത് 1955. കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1975. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ടാണ്. ഏതാണത്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്